ഹായ് ഓൾ. ഇപ്പം ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിരവധി അവസരങ്ങളുള്ള ഒരു വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഇപ്പോൾ കേരള PSCയിൽ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നിരവധി എക്സാംസിന് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നതും അതേപോലെ ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ളത്. അപ്പം നമ്മൾ യോഗ്യത നോക്കുകയാണെങ്കിൽ ITI ബേസിക് ക്വാളിഫിക്കേഷനായിട്ട് തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. ഇപ്പോൾ ITI യോഗ്യതയുള്ള അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 2026 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലിയിൽ കയറാൻ പറ്റിയ വർഷം തന്നെയായിരിക്കും. അത്രത്തോളം അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ അവസരങ്ങളൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഏകദേശം ഒട്ടുമിക്ക പോസ്റ്റുകളുടെയും അടിസ്ഥാന യോഗ്യത ITI ആയതുകൊണ്ട് തന്നെ എല്ലാ എക്സാംസിന്റെ സിലബസും ഏറെക്കുറെ സെയിം തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഈ ഒരു വർഷത്തിൽ. അപ്പം നമുക്ക് ഏതൊക്കെ എക്സാംസ് ആണ് വരാൻ പോകുന്നത്, ഇപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിട്ടുള്ളത്, അപ്പം എക്സാം സ്ലോട്ട് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നമ്മൾ പോസ്റ്റുകൾ ഓരോന്നായിട്ട് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇലക്ട്രീഷ്യൻ്റെ ഒരു പോസ്റ്റാണ്. പല പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ കാറ്റഗറി നമ്പർ 464/2025 ഇലക്ട്രീഷ്യൻ ആണ്. അത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്കാണ്. നെക്സ്റ്റ് 465/2025 ഇലക്ട്രിക്കൽ ഹെൽപ്പർ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് എന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 545/2025 ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതേപോലെ 556/2025 ഇലക്ട്രീഷ്യൻ കേരള വാട്ടർ അതോറിറ്റി. 634/2025 ഇലക്ട്രീഷ്യൻ ആനിമൽ ഹസ്ബൻഡറി. അതേപോലെ 741/2025 ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. 776/2025 ലൈൻമാൻ പബ്ലിക് വർക്ക്. അതേപോലെ 735/2025 ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റി. അപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഇവിടെ തന്നെ 3 ഇലക്ട്രീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻസ് 3 വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിൽ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം 577ഓളം അഡ്വൈസസ് പോയ ഒരു പോസ്റ്റാണ് പ്രീവിയസ് ഇയറിൽ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ജോലിക്ക് കയറാൻ പറ്റിയൊരു പോസ്റ്റ് തന്നെയായിരിക്കും കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അത്യാവശ്യം നിയമനങ്ങൾ നടന്നൊരു പോസ്റ്റ് കൂടിയാണ് കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിരവധി അവസരങ്ങളുള്ള ഒരു വർഷം തന്നെയാണ് 2026 എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായ ഒരു സിലബസ് ഒക്കെ എടുത്തു വെച്ച് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എക്സാം സ്ലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ഇലക്ട്രീഷ്യൻ ഇലക്ട്രിക്കൽ ഹെൽപ്പർ തുടങ്ങിയ എക്സാംസ് വരുന്നത് ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിലാണ്. അതേപോലെ ഓപ്പറേറ്ററിന്റെ സ്ലോട്ട് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടിലാണ്. അപ്പോൾ എല്ലാ എക്സാംസും ഏറെക്കുറെ അടുത്തടുത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും എക്സാംസ് ക്രാക്ക് ചെയ്യാനും. അതേപോലെ സിലബസ് കംപ്ലീറ്റ് ഇതിൻ്റെയൊക്കെ സിലബസ് ഏറെക്കുറെ സെയിം ആയിരിക്കും. ചില വേരിയേഷൻസേ വരത്തുള്ളൂ. ഏതെങ്കിലും പോർഷൻസിൽ ചില വേരിയേഷൻസ് ആയിരിക്കും വരിക. അപ്പോൾ അത് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒന്ന് തന്നെയായിരിക്കും. അപ്പം നിങ്ങൾ ഈ അവസരങ്ങളൊന്നും മിസ്സാക്കാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം ഇനിയും ഇത്രത്തോളം അവസരങ്ങൾ ഒരുമിച്ച് വരുന്നൊരു രീതി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ഈ ഇലക്ട്രീഷ്യൻ്റെ പോസ്റ്റുകൾക്കായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുമുള്ള ഇലക്ട്രീഷ്യൻ്റെയും അതേപോലെ മറ്റ് ഇലക്ട്രിക്കൽ പോസ്റ്റുകൾക്കായിട്ട് നമ്മൾ കോഴ്സസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്ന ഒരു പോസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ പോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസീവ് കോച്ചിങ്ങും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമി അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.